ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്കാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇക്കാക്കൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ നമ്മളെല്ലാവരും കൂടിയിട്ടുള്ളൊരു വ്ളോഗ്. അപ്പോൾ നമ്മൾ അന്ന് അവിടുന്ന് പ്ലാൻ ചെയ്തതാട്ടോ ഈ അടുത്ത ആഴ്ച നമുക്ക് ഇക്കാക്കൻ്റെ വീട്ടിൽ പോകാമെന്നുള്ളത് കേട്ടോ. അങ്ങനെ അവിടെയുള്ള എല്ലാവരും ഉണ്ട്, മൂത്താപ്പയും മൂത്തമ്മയും പിന്നെ അവരുടെ മക്കളും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഉപ്പയും ഉമ്മയും ഇക്കാക്കയും നമ്മൾ അങ്ങനെ എല്ലാവരും കൂടിയാട്ടോ പോണത്. അപ്പോൾ ഇടിമുഴിക്കലാണ് ഇക്കാക്കൻ്റെ വീട്. അപ്പോൾ അങ്ങോട്ടേക്കാട്ടോ പോണത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഏരിയയിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും അന്ന് ഈ ഒരു പാലത്തിൻ്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞപ്പോഴേക്കും നല്ല ചേഞ്ച് ആയി പോലെ കേട്ടോ ഈ ഒരു ഏരിയ മൊത്തത്തിൽ. അങ്ങനെ ഇതാ വീട്ടിലെത്തപാടനെ എത്താത്ത പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പായസമൊക്കെ കുടിച്ച് പിന്നെ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വേഗം പൊരിക്കാനൊക്കെ നിന്ന്. പിന്നെ നമ്മൾ വരുമ്പം കേക്കാട്ടോ വാങ്ങിയത്. അങ്ങനെ കേക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ നമ്മളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മുത്താപ്പയും ഇപ്പയും കൂടി ഇതാ ചോറൊക്കെ പാർസൽ വന്നപ്പം അത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് മൂത്തമ്മ കൊണ്ടുവന്ന ഐറ്റംസ്. മൂത്തമ്മൻ്റെ മക്കളും വരുമ്പോൾ കൊണ്ടുവന്ന ഐറ്റംസാണ് കേട്ടോ. സമൂസ ഉണ്ട്, പിന്നെ അതേപോലെ ചട്ടിപ്പത്തിരി, തരിപ്പോള, പഴം നിറച്ചത്, ഫ്രൂട്ട്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ, ഐസ്ക്രീം, കുറച്ച് അധികം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വന്നപാട് പിന്നെ പായസമൊക്കെ കുടിച്ചുകൊണ്ട് വയറൊക്കെ ഫുള്ളാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് തിന്നാന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ ബാക്ക് സൈഡൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത്താത്തയും മൂത്തമ്മയും കൂടെ ചോറൊക്കെ മാറ്റിയിടുന്നുണ്ട്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത്ര ഒച്ചയും ബഹളും ആളും മനുഷ്യനൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. തൊട്ടടുത്തൊക്കെ വീടുണ്ട്, പക്ഷെ എന്നാലും അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. നമ്മളവിടുത്തെ പോലെ അടുത്തടുത്തായിട്ടൊന്നല്ല വീട് എടുക്കുന്നത്, കുറച്ച് ഡിസ്റ്റൻസിലായിട്ടും വീടുള്ളതൊക്കെ. നല്ല സൈലൻറ്റ് ഏരിയ ആണ് കേട്ടോ. അങ്ങനെ വന്ന് നമ്മൾ ഫുഡൊക്കെ വിളമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ താഴത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആ റൂമിലേക്ക് പോയപ്പോൾ ഇവരെല്ലാവരും കൂടി കാര്യമായിട്ടിരുന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തപ്പുന്നത് വേറെ ഒന്നുമല്ല, എല്ലാവരും അവനവൻ്റെ ഫോണിന് സ്യൂട്ടായിട്ടുള്ള പൗച്ച് ഉണ്ടോ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഫോണിൻ്റെ പണിയും കാര്യങ്ങളൊക്കെയാണ്, എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും ഇക്കാക്കാണെങ്കിലും ഒക്കെ. അപ്പോൾ അവരിങ്ങനെ ബൾക്കായിട്ടാണ് കുറേ പൗച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൗച്ചിൽ കുറേ ബാലൻസ് വന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ നിന്ന് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇവരെ ഫോണിന് പറ്റിയതുണ്ടോ എന്നുള്ളത്. അങ്ങനെ 1-2 ആൾക്കാർക്ക് കിട്ടി, ബാക്കി ആൾക്കാർക്കൊന്നും കിട്ടിയില്ല കേട്ടോ. ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ എപ്പോഴും പ്ലാനിങ് ആണ് കേട്ടോ. അവിടെ പോകണം, ഇവിടെ പോകണം, ട്രിപ്പ് പോകണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒന്നും നടക്കലില്ല കേട്ടോ, അതാണ് വാസ്തവം. കഴിഞ്ഞ തവണ കൂടിയപ്പോഴും കുറേ ട്രിപ്പിൻ്റെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു ഏകലും മൂളലും ഇല്ല കേട്ടോ. ഇന്ന് വന്നപ്പം വിചാരിച്ചു നമുക്ക് എന്തായാലും എല്ലാവർക്കും കൂടി ഒന്ന് പുറത്ത് പോകാമെന്നുള്ളത്. അങ്ങനെ അതെല്ലാവരും കൂടി എഗ്രി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ബീച്ചിലൊക്കെ ഇരുന്നിട്ട് ചായ കുടിക്കാമെന്നായിട്ട് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ മൂത്തമ്മ കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം ബോക്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഉമ്മ കുറച്ച് ചായ എടുത്തിട്ടുണ്ട് ഫ്ലാസ്കിൽ. അങ്ങനെ പിന്നെ നമ്മളിതാ വേഗം ഇറങ്ങാണ്. അപ്പം ആ ബീച്ചിൽ പോയിരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ രസം വേറെ തന്നെയല്ലേ. വീട്ടിലിരുന്ന് കഴിക്കുന്നതിനേക്കാളും ഒന്നും കൂടി വൈബാവല്ലോ ബീച്ചിലിരുന്ന് കഴിക്കുമ്പോൾ. അങ്ങനെ പിന്നെ കേക്കും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആരും തിരിച്ച് ഇങ്ങോട്ട് വരില്ല, എല്ലാവരും ആ വൈക്ക് അങ്ങ് വീട്ടിലേക്ക് പോകട്ടെ ചെയ്യാം. അപ്പോൾ കേക്കും കൂടി എടുത്തിട്ടുണ്ട്, അതും അവിടെ നിന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇപ്പോൾ എല്ലാ സംഭവങ്ങളും വണ്ടിയിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഓരോരുത്തരുടെ ബൈക്കിലൊക്കെ ആയിട്ടോ പോയത്. കാറിൽ എല്ലാവർക്കും കൂടി പോകാനുള്ള സൗകര്യം ഇല്ലേനും, പറ്റാവുന്നവരൊക്കെ കുത്തിക്കൊള്ളിച്ച് കാറിൽ കയറി, ബാക്കി എല്ലാവരും ബൈക്കിലൊക്കെ ആയിട്ട് പോയിട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ചാലിയം ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചാലിയം ബീച്ചിൽ ഇതുവരെ പോയിട്ടില്ല. എൻ്റെ വീട് തൊട്ട് അപ്പുറത്താണ്, അതായത് ബേപ്പൂർ കുറച്ച് മുന്നോട്ടേക്ക് പോയി എൻ്റെ വീടെത്തും. പക്ഷേ എന്നിട്ടും ഇതുവരെ ഞാൻ ചാലിയത്ത് പോയിട്ടില്ല കേട്ടോ. ചാലിയത്ത് ബീച്ചിലേക്ക് പോയിട്ടില്ല. ജങ്കാറ് കയറിയിട്ട് ചാലിയം പോകും, അവിടെ നിന്ന് റിട്ടേൺ ജങ്കാറ് കയറിയിട്ട് ബേപ്പൂരിലേക്കും പോകും, അങ്ങനെ മാത്രം പോയിട്ടുള്ളൂ, അല്ലാതെ ആ ബീച്ചിലേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടോ ഞാൻ പോണത്. എൻ്റെ ഓർമ്മയിൽ ഞാൻ പോയിട്ടില്ല എന്നാണ്. എൻ്റെ ഒപ്പം ചെറുപ്പത്തിൽ എന്നെ കൊണ്ടുപോയിക്കണമെന്ന് എനിക്കറിയില്ല, എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടോ പോണത്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ഇവിടെ വന്നപ്പം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വണ്ടി സൈഡാക്കാനുള്ള സ്ഥലം തപ്പി നടക്കുകയാണ്. ഇവിടെ വലിയ പാർക്കിംഗ് സിസ്റ്റം ഒന്നുമില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ വണ്ടി ഒതുക്കിയിടണം, അത്രേ ഉള്ളൂ. അങ്ങനെ അത് തപ്പി പോകാനായിട്ട് എല്ലാവരും കൂടെ. പിന്നെ കുറച്ച് അപ്പുറത്തെ വണ്ടി സൈഡാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോകട്ടെ ചെയ്തത്. അപ്പോൾ കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ ബീച്ചിലെത്താൻ ഈ ഒരു പാലത്തിലൂടെ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഈ ഒരു വ്യൂ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഹൈനിയൊക്കെ നടന്നിട്ടോ. അത് കഴിഞ്ഞപ്പോൾ രണ്ടാളും ടയർഡായി. പിന്നെ ഞാനൊക്കെ ആക്കി എടുക്കണമെന്നായിട്ടോ. അങ്ങനെ പിന്നെ രണ്ടാളും എടുത്ത് നടക്കേണ്ട അവസ്ഥയായി. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ കയ്യിൽ കുറേ ലഗേജൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പലഹാരങ്ങളും ചായയും ഒക്കെ എടുത്ത് വന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾ വേറി. അപ്പം അങ്ങനെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. പിന്നെ ഹൈനിയെ നേരെ ഇന്ത്യക്കാക്കിനി മേത്ത് കയറിയിട്ടുണ്ട്. രണ്ടാൾക്ക് മതിയായി, നടന്ന് മതിയായി. എത്തുന്നില്ലേ എന്നാട്ടോ ചോദിക്കുന്നത് രണ്ടാളും.
അങ്ങനെ വന്ന പാടന്നെ വേഗം കേക്ക് കട്ട് ചെയ്യാനായിട്ട് വിചാരിച്ചത്. കാരണം കുട്ടികളൊക്കെ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇക്കാക്ക അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഹയക്കുട്ടിയും ലൈബയും ഓരോ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാളും അതിന് മുന്നിൽ തന്നെ പോയി ഇരുന്നിട്ടുണ്ട്. ഇവർ രണ്ടാളും ഭയങ്കര കമ്പനിയാണെങ്കിലും ആൾ കാണാതെ അടി ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ രണ്ടാളെ ക്യാരക്ടറും ഏകദേശം ഒരേപോലെ കേട്ടോ. നീയക്കുട്ടിയാണ് പിന്നെയും ഒന്നൊന്ന് വിട്ട് നിൽക്കാം. അതിൻ്റെ ഒരു എക്സ്പ്രഷൻ നോക്കി ആ കേക്ക് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ രണ്ടാളും കാത്തിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് പീസ് കിട്ടണം എന്നുള്ള ലെവലിൽ കാത്തിരിക്കുകയാണ്. പിന്നെ ഒരു അങ്കയാണ് കേട്ടോ കേക്ക് കട്ടയിലും പലഹാരങ്ങൾ ഒതുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നിട്ട് ചായയും പലഹാരങ്ങളൊക്കെ കഴിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മളൊന്ന് ബീച്ചിലേക്ക് ഇറങ്ങിയത്. പിന്നെ എനിക്ക് അധികമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ ഫോൺ റെസ്റ്റ് ഇല്ലേനും എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് ഇതിലേനും കേട്ടോ. കപ്പിൾ ഫോട്ടോ എടുക്കുന്നവർ വേറെ, ഫാമിലി ഫോട്ടോ എടുക്കുന്നവർ വേറെ, അങ്ങനെ എല്ലാവരും കൂടി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സംസാരിച്ചൊക്കെ ഇരുന്ന് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് കേട്ടോ ഇന്ന്. നല്ലപോലെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം.